തിരുവനന്തപുരം നഗരൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊലപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ ഈ അക്രമത്തിന് മറുപടി പറയണം. ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടമായി കോൺഗ്രസ് മാറിയെന്നും ഷിജു ഖാൻ പറഞ്ഞു. വളരെ ശാന്തമായ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നിലവിലുള്ള നഗരൂരിലേക്ക് കൊലയാളി സംഘം രംഗപ്രവേശം ചെയ്യുകയാണ്. കൊലയാളി സംഘമാണ്. ആൾക്കൂട്ട അതിക്രമമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ടത്. ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം, ഇതാണ് മീഡിയയും ഒക്കെ കൊടുത്തത്. ഇത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷമെന്ന് ലഘൂകരിച്ചാണ് മീഡിയ കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. ഏകപക്ഷീയമായി സായുധാക്രമണം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ക്രൂരമായി അരിങ്കൊല ചെയ്യാൻ നടത്തിയ ശ്രമമാണ്. അവിടെ ഈ ആക്രമണം നടക്കുമ്പോൾ പോലീസുകാർ കുറച്ചുപേരേ ഉള്ളൂ. പോലീസ് കർശന നടപടി സ്വീകരിക്കണം. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ട വിഷയമാണ്. സുലേഖ ചേരുന്നു. സുലേഖ, ഷിജു ഖാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്നാണ്. അങ്ങനെയല്ല. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്ക് നേരെ ആയുധവുമായി കടന്നു ചെന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഡിവൈഎഫ്ഐയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വളരെ കൃത്യമായി നടത്തിയ ആക്രമണമെന്ന് ഷിജു ഖാൻ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സുലേഖ. ഷമ്മി, ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ മാരകായുധങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമം നടത്തിയത്. നഗരൂർ എന്ന് പറയുന്ന ആറ്റിങ്ങലിലെ നഗരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നത്. സംഭവത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ആൾക്കൂട്ട ആക്രമണമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. അത് ഏകപക്ഷീയമായിട്ടുള്ളൊരു അക്രമമായിരുന്നു. പക്ഷേ ഇന്നലെ ഈ വാർത്ത നൽകുന്ന സമയത്ത് പല മാധ്യമങ്ങളും ഇത്തരത്തിൽ ഈ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്ന രീതിയിലാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ അങ്ങനെ ഒരു ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു അക്രമമാണ് ഡിവൈഎഫ്ഐക്ക് നേരെ ഉണ്ടായത്. 30ഓളം വരുന്ന സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച ഒരു സായുധാക്രമം തന്നെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നടത്തിയ ഒരു സംഘർഷമാണ് ഇന്നലെ നഗരൂരിൽ ഉണ്ടായതെന്നാണ് ഷിജു ഖാൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ അക്രമത്തിൽ ഈ കോൺഗ്രസിന്റെയും അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന നേതൃത്വം കൃത്യമായി മറുപടി പറയണമെന്ന് കൂടി ഷിജു ഖാൻ ഇതിനൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇത് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റാണ്. സുഹൈൽ എന്ന് പറയുന്ന ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ രീതിയിൽ സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയണമെന്നാണ് ഷിജു ഖാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ അക്രമത്തിൽ പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ഒരാൾ നിലവിൽ വെന്റിലേറ്ററിലാണ് കഴിയുന്നത് എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. വളരെ വലിയ രീതിയിൽ തലയ്ക്കും ആന്തരിക അവയവങ്ങൾക്കടക്കം പരിക്കേറ്റിട്ടുള്ള അവസ്ഥയുണ്ട്. അത്തരത്തിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഡിവൈഎഫ്ഐയുടെ മുൻ മേഖലാ പ്രസിഡന്റാണ്, നഗരൂരിലെ മുൻ മേഖലാ പ്രസിഡന്റാണ്, നിലവിൽ CPIM ബ്രാഞ്ച് അംഗമായ. അക്രമത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐയുടെ ഒരു പ്രവർത്തകൻ വെന്റിലേറ്ററിൽ കഴിയുന്നു. 6 പേരുടെ നില ഗുരുതരം. ഇതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം എന്നാണ് എന്ന് ഷിജു ഖാൻ പറയുന്നു. റിപ്പോർട്ട് ചെയ്തത് സുലേഖ.